ചേച്ചിക്ക് അപ്പനും അമ്മയൊന്നുമില്ലേ, കൂടപ്പറപ്പുകളൊന്നുമില്ലേ, ഒറ്റയ്ക്ക് അടുക്കളയിൽ എന്താ, സഹായത്തിന് ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പുതുതായിട്ട് വന്നിട്ടുള്ള ആരൊക്കെയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് അപ്പനും അമ്മയില്ല. എൻ്റെ കല്യാണത്തിന് ഒരു 3 വർഷം മുൻപ് അപ്പച്ചൻ മരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ് 21ാമത്തെ ദിവസം അമ്മയും പോയി. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ കൂട്ട് എൻ്റെ മനുവേട്ടനാണ്. ആദ്യം അന്നമോള് വന്നു, പിന്നെ ജോക്കുട്ടൻ വന്നു, പിന്നെ എൽസ് മോളും വന്നു. അങ്ങനെ 5 കുടുംബമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കൂടപ്പുറപ്പുകളില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരുമില്ല, ഞാൻ ഒറ്റ മോളാണ്. സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സങ്കടമുണ്ട്, അപ്പനും അമ്മ ഇല്ലാത്തത് എന്നും വിഷമം തന്നെയല്ലേ. പക്ഷെ നമ്മൾ അതൊക്കെ ഓവർകം ചെയ്യും. മക്കളെ ചൊല്ലി നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പണ്ട് ദോശക്കല്ല് ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ വീട്ടിലെ ഗിരിജാമ്മ നിങ്ങൾ കാണാറില്ലേ, ഗിയാമ്മയുടെ വീട്ടിൽ നിന്ന് ദോശക്കല്ല് കൊണ്ടുവന്നിട്ടാണ് അമ്മ ദോശ ഉണ്ടാക്കി തന്നിരുന്നത്. മയങ്ങാണ്ടിരുന്ന ഗിയാമ്മയുടെ ദോശക്കല്ല് മയക്കിയെടുത്തത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഗിരിജാമ്മ ആ കാര്യം പറയും, ദോശ ഉണ്ടാക്കുമ്പോൾ എന്നും ഞാൻ പിലോമനോ ഓർക്കുമെന്ന്. അപ്പോൾ ഇന്ന് ദോശയല്ല ഇഡ്ഡലിയാണ്. ഞാൻ വേഗം ഉള്ളി സാമ്പാറാണ് ഇന്ന് ആക്കിയെടുത്തത്. മനുവേട്ടൻ ഇടയ്ക്ക് പറയും, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നിൻ്റെ അമ്മ എനിക്കൊരു പുട്ടും കടലക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ കടലക്കറിയുടെ രുചി ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് ജിഫി. അത്രയ്ക്ക് രുചിയായിരുന്നു. അതേപോലെ ഒരു ചെമ്മീൻ റോസ്റ്റും മനുവേട്ടൻ കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ട്. കൂടുതൽ വിഭവങ്ങളൊന്നും അന്ന് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു എങ്കിലും അമ്മയുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശമായിരുന്നത് കൊണ്ട് ആ സമയത്ത് മരുമകന് അധികം ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. എന്നാലും അന്ന് വെച്ച കടലക്കറിയുടെയും ചെമ്മീൻ്റെയും രുചി ഇപ്പോഴും എൻ്റെ കെട്ടിയൻ്റെ നാവിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇന്നെന്തോ അമ്മയെ ഞാൻ 1-2 വട്ടം അടുപ്പിച്ച് സ്വപ്നം കണ്ടു. പള്ളിയിൽ പോയി ഒരു കുർബാനയൊക്കെ കണ്ടു, കുർബാനയ്ക്കൊക്കെ എഴുതിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. പിന്നെ വേഗത്തിലൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അതിൻ്റെ നോളപ്പ് മാറാൻ വേണ്ടി ഒരു പകുതിയുടെ പകുതി നാരങ്ങ ഞാൻ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. വേഗത്തിലൊരു ചായ ആക്കി. ഇന്ന് ജോക്കുട്ടന് രാവിലെ പരീക്ഷ, അന്നമോൾക്ക് ഉച്ചക്ക് പരീക്ഷ. ലഞ്ച് കെട്ടണ്ട, ലഞ്ച് 2 പേരും വീട്ടിൽ നിന്ന് വന്നും പോയും ഒക്കെ കഴിച്ചോളും. ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി മാവും കൂടി ഇഡ്ഡലി ആക്കി ഒഴിച്ചിട്ട് ജോക്കൂട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഇനി അവനെ സ്കൂളിൽ വിടാം.